ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്ക് എൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് അന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഈ കൗണ്ടിങ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ, അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള MLA മാരൊക്കെ പഞ്ചായത്തിൻ്റെ ചുമതലയും വാർഡിൻ്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ടൊടുക്കം വരെ 2 ജനപ്രതിനിധികൾ, ഒന്ന് പാലക്കാടിൻ്റെ മുൻ MLA ആയ ശ്രീ ഷാഫി പറമ്പിൽ, പിന്നെ പാലക്കാടിൻ്റെ MP ആയ ശ്രീ VK ശ്രീകണ്ഠൻ, അവരെല്ലാവരും ഒരു ടീമായിട്ട് ഇന്ന് പോലും ഉള്ളൊരു ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടുമോ? അപ്പം ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഇവിടുത്തെ മുൻ MLA-യും MP-യുമായിട്ടുള്ള ആൾ, കൗണ്ടിങ് ഏജൻറ്റ് നിലവിലെ MP എന്ന് പറയുന്ന രീതിയിൽ പാർട്ടി എന്നെപ്പോലും സാധാരണ പ്രവർത്തകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പം സാധാരണ പശ്ചാത്തലമുള്ള ആളുകൾക്ക് പ്രസ്ഥാനത്തിലേക്ക് വരാൻ വലിയ കരുത്താണ്. അതുപോലെ തന്നെ മുന്നണി എന്ന നിലയിൽ ഇപ്പം മുന്നണി എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാരും മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയത് പാണക്കാട് തങ്ങൾ, അതുപോലെ തന്നെ ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ P ജോൺ അടക്കം കേരള കോൺഗ്രസ് നേതാക്കന്മാരടക്കം എത്തി. അപ്പം ലീഗിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശ്രീ PK ഫിറോസിനെ പോലൊരാൾ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീ PK ഫിറോസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും പോലും ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടില്ല. ബൈ ഇലക്ഷനുകളിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത്. പാലക്കാടിൻ്റെ വിജയമാണ് ഇത്. പാലക്കാട് ആഗ്രഹിച്ച വിജയം. ആഗ്രഹിച്ചതെന്ന് പറയുന്നത് എന്നെ ആഗ്രഹിച്ചു എന്നല്ല, പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിൻ്റെ വിജയമാണ്. പിന്നെ അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ, അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ തൊട്ട് കേരളത്തിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം, ശ്രീ ശശി തരൂർ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും, ശ്രീ K മുരളീധരൻ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ. ഇപ്പോൾ ചുമതലയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ശ്രീ അൻവർ സാദത്ത് ഇപ്പോഴും ഒപ്പമുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം തന്നൊരു പ്രദേശത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. ശ്രീ M വിൻസെൻ്റ് അടക്കം, അങ്ങനെ പേര് പറയാൻ പോയാൽ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകും. എല്ലാവരും ഇത് കൂട്ടായ്മയുടെ, മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ വിജയമാണ്. അതല്ല, ചരിത്ര ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷത്തിലേക്ക് ആരും വന്നിട്ടില്ല. അങ്ങനെയല്ല പുള്ളി അത് കമന്റ് ചെയ്യരുത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ ഭൂരിപക്ഷത്തിൻ്റെ നമ്പറിനേക്കാളൊക്കെ ആധികാരികമായ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിശ്വട്ടനെ പോലുള്ള ആളുകളിൽ നിന്നാണ്. അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു. ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ വിശ്വട്ടൻ ഉണ്ടായിരുന്നു. ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിശ്വട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ആരെ നമ്മൾ മാറ്റി നിർത്തും. അപ്പോൾ എല്ലാവരുടെയും കൂടെ വിജയമാണ്. അപ്പം പാലക്കാടിൻ്റെ വലിയ വിജയമാണ്. പാലക്കാട് എല്ലാ മേഖലയും ചേർന്ന് വരുന്നൊരു വിജയമല്ല, എല്ലാ വിഭാഗക്കാരും. നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങളൊരു 5 അല്ലെങ്കിൽ 6 റൗണ്ടിലേക്ക് വരുമ്പോഴാണ്. ആരാണ് ഈ നമ്മൾ? ഞങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ഇനി. കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പത്രക്കാരെ മുമ്പിൽ പറഞ്ഞിരുന്നു, പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമാവെന്ന് പറഞ്ഞു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സർവകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ തീരുമാനിച്ച, ഞങ്ങൾ ആഗ്രഹിച്ച, ജനങ്ങൾ ആഗ്രഹിച്ച ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ പലരും പല കണക്കുകൂട്ടലുകളും നടത്തി. ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇല്ല അല്ല കേട്ടോ, ഈ ഇലക്ഷൻ മുമ്പ് രാഹുൽ വന്നതിന് ശേഷം ഞാൻ നടത്തിയ, നിങ്ങളോട് സംസാരിച്ചതൊക്കെ നിങ്ങൾ റെക്കോർഡ് എടുത്തു നോക്ക്. ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷം കിട്ടും എന്ന് ആധികാരികമായി പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല. ഇപ്പോഴെങ്കിലും അതൊന്നും മുഖവിലയ്ക്ക് എടുക്കണേ. തീർച്ചയായിട്ടും പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ കണക്ക് കൂട്ടൽ തെറ്റില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ, ഇതിലെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. അല്പസ്വല്പം വ്യത്യാസം വന്നത് വലിയൊരു ഭൂകമ്പം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ്. ഇപ്പോൾ മുമ്പ് കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, UDF-നോടൊപ്പം ഇത്രയും മതേതര മനസ്സോടുകൂടി ഉറച്ചു നിന്ന ഒരുപാട് വെല്ലുവിളികളും പുകമറകളും വിവാദങ്ങളും ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടുള്ള ഞങ്ങളുടെ ബന്ധമാണ് 14 വർഷം